ഇതുണ്ടോ ഇതുപോലെ നടന്നു വരാൻ നേരത്ത് ഈ ഒരു സ്പേസ് കണ്ടിട്ട് ഇത് ഇത്ര വലിയ കൊട്ടാരാന്ന് നമ്മൾ ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാണോ? ഒരു മനോഹര ലൈറ്റ് കത്തി കെട്ടുന്നതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. എല്ലാം വെറൈറ്റി ഉണ്ട്. അതായത് നമ്മൾ താഴെ കണ്ടതും അതുപോലെ വേറെ പല റൂമിൽ കണ്ടതും ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി കയറി താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോട്ടത്തില് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യവും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഈ ബെഡ്റൂമിൽ നിന്ന് മാത്രമാണ് ഈ ഗാർഡനിലേക്ക് ആക്സസ് ഉള്ളൂ. കോഫി ടേബിൾ, രാത്രിയൊക്കെ വന്നിരിക്കാവുന്ന ഒരു അടിപൊളി. 5.5 അടി ആയിട്ടുള്ള ആള് നിന്നിട്ടുണ്ടെങ്കിൽ മുങ്ങി പോകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയും വലിയൊരു വീടൊക്കെ പണിയാൻ നേരത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു 13 സെന്റ് എന്നല്ല പറഞ്ഞേ? ആ 13 സെന്റിൽ നമ്മൾ ഈ വീട് ഉൾപ്പെടുത്തി ചെയ്യാനുള്ള കാരണം റോട്ടിലേക്കൊന്നുമല്ല നമ്മൾ വീട് പോയേക്കണേ, അകത്തേക്ക് കയറിയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ വീട് പണിയാനുള്ള കാരണം? അപ്പൊ ചെങ്ങാമാരാ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ വീടിന്റെ അടുത്താട്ടോ. വീടിന്റെ അടുത്ത് പെട്ട വീടുകളിൽ പെട്ട ഒരു വീട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു മാളിക കൊട്ടാരം എന്ന് പറഞ്ഞ് പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 സെന്റിലിരിക്കുന്ന ഒരു മാളിക കൊട്ടാരം. ആ ഒരു കൊട്ടാരത്തിന്റെ വർക്കുകളും അതിന്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കണേ കേട്ടോ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 13 സെന്റിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. ഈ 13 സെന്റിൽ ഇതെല്ലാം സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. അപ്പൊ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് ഗേറ്റിൽ തന്നെ തുടങ്ങാം. അപ്പൊ ഗേറ്റ് തുറക്കട്ടെ. അപ്പൊ നമുക്ക് ഗേറ്റ് ഒക്കെ തുറന്ന് നമുക്ക് ആദ്യമായിട്ട് വീടിന്റെ ചവിട്ടുപടിയാണ് കിടക്കാം. അപ്പൊ അകത്തുള്ള സംഭവങ്ങൾ അടാറ് സംഗതി കണ്ട ഇതൊക്കെ നമ്മൾ കാണിച്ചുതരാം. അകത്തേക്ക് കയറാം. സംഗതി എല്ലാം മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കണം. ഇതിന്റെ ലൈറ്റുകളൊക്കെ പറഞ്ഞ് കത്തിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാ എന്താ സെറ്റപ്പ് നോക്കി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 സെന്റിലാണ് നമ്മുടെ ഈ ഒരു കൊട്ടാരം ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അതിൽ ഒതുക്കി കൂട്ടി വെച്ചേക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചുതരാം. അതുപോലെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് രാവിലെയാണ്. രാവിലെ ഒരു 11 മണി 11 ടൈമിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ലൈറ്റുകളിൽ അതിൻ്റെതായ കുറവുകൾ നമ്മളിപ്പോൾ കാണാൻ പറ്റും. പക്ഷെ അത് നമ്മൾ രാത്രി കാണിച്ചുതരാം കേട്ടോ. ബാക്കി ഇതിന്റെ ഹോള് വന്നത് ഈ ഒരു ടൈപ്പിലാണ്. ഇതിന്റെ ലെതർ സ്പെയിനിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ലൈക്ക് നാപ്പ ലെതർ ആണ്. ഈ ഫെറാറി ലംബോർഗിനി പോലത്തെ കാർസിന്റെ സീറ്റ് ചെയ്യണ ലെതറാ. പിന്നെ മരം നമ്മൾ മരത്തില് ബ്രാസ് CNC കട്ട് ചെയ്ത് എംബഡ് ചെയ്തതാണ് ഈ ഇതിലുള്ള ഡിസൈൻ. ഇതെന്ത് മരം? തേക്കാണല്ലേ? തേക്കില് ചെയ്തെടുത്തതാണ്. CNC കട്ട് ചെയ്ത് ആദ്യം തേക്ക് CNC കട്ട് ചെയ്തു ഈ ഡിസൈനിലും, എന്നിട്ട് ബ്രാസ് ഓൾട്ടർനേറ്റ് ആയിട്ട് CNC കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് എംബഡ് ചെയ്തതാ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ നമ്മുടെ ഫാമിലി ലിവിംഗും ഡൈനിങ്ങിലേക്കുള്ള ഒരു പാത്ത് ആണ്. ഇവിടെ ഗാർഡൻസ് ആണല്ലോ, റിയൽ സംഭവമാണല്ലോ. ഈ കയറി വരുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തേക്കണം അല്ലേ? ഇത് പണിയണതിന് മുമ്പോട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ മനസ്സിലുണ്ടായി ആർക്കിടെക്ടിന്റെ റിയൽ ഗാർഡൻ ചെയ്യാൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് മണ്ണ് മാറ്റിയിട്ടിട്ടാണ് ബാക്കി വീട് സ്ട്രക്ചർ ഫുള്ള് പണിതത് നമ്മൾ. ഇവിടെ ഒരു കോഫി ടേബിൾ, രാവിലെ ചായ കുടിക്കാനൊക്കെ, പിന്നെ ഒരു കഫേ സെറ്റപ്പ് അല്ലേ? ഒരു ചെറിയൊരു കഫേ സെറ്റപ്പ് ഇട്ടാ. ഈ ഒരു കഫേയുടെ ഒക്കെ ആ ഒരു ഇപ്പൊ കോഫി കുടിക്കാനൊക്കെ നമ്മൾ ആ ഒരു ചെയർ, അതുപോലെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ മീനുകളൊക്കെ പറന്ന് കിടക്കാണ്. മീനുകളൊക്കെ ഇങ്ങനെ പറന്ന് ചാലി കൂടെ ഓടി കിടക്കാണ്. നമ്മുടെ ഈ കഫേ മോഡൽ സെറ്റ് ചെയ്തേക്കെന്ന് പറയാൻ നേരത്തുണ്ടല്ലോ, അതിന്റെ മീനുകൾ ഇതുണ്ടാ. ഈ ഒരു ഇവിടെ ക്യാമറ അടുത്തേക്ക് പോണേ, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാ, ഈ ഗ്യാപ്പ്, ഈ ഗ്യാപ്പിനുണ്ടാ മീനുകൾ ഇറങ്ങിയുണ്ടാ. ഇതുപോലെ ഗ്യാപ്പുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാ. ഇത് മീനുകൾക്ക് ഏത് വശത്തു കൂടെ നമുക്ക് സുഖസുന്ദരമായിട്ട് പാഞ്ഞു നടക്കുക. ആ ഒരു ടൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തേക്കണേ. ഈ ഗാർഡൻ കഴിഞ്ഞിട്ട് നേരെ ഡൈനിങ് ടേബിൾ ആണ്. ഡൈനിങ് ടേബിൾ പിന്നെ ഓപ്പൺ കിച്ചൺ. ഇത് സെറാമിക് എന്ന് പറയും. ഇത് ഇന്ത്യയില് മേക്കിംഗ് ഇല്ല, ഇത് ഇറ്റലിയിൽ നിന്നാണ് വന്നത്. ഈ ടേബിളിന്റെ ഒറ്റ പീസ് ആണോ? ഇത് ഒറ്റ പീസ് ആയിട്ടാണ് വന്നത്. സിംഗിൾ പീസ് 10 ഫീറ്റ് ഉണ്ട്. 10 ഫീറ്റ് ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിലെല്ലാം വേറെ സംഭവങ്ങളൊന്നും കാണണല്ലോ, എല്ലാം ഇൻബിൽറ്റ് ആണ്. ഫ്രിഡ്ജ് ഉണ്ട്, ഓവൻ, മൈക്രോവേവ്, ഫ്രിഡ്ജ്. അത് ശരി. താഴെ ഫ്രീസർ സെക്ഷൻ. ഇത് ഫ്രിഡ്ജ് അല്ലേ? ഒറ്റ ടൈപ്പിലുള്ള ഒറ്റ ഫ്രിഡ്ജ്. അത് ഫ്രീസർ, ഇത് ഫ്രിഡ്ജ്. ഇതിന്റെ അകത്ത് സ്റ്റോർ ഏരിയ വരും. സ്റ്റോർ റൂം. നമ്മുടെ കിച്ചണിലെ നമ്മുടെ കിച്ചണിലെ ഐറ്റംസുകളൊക്കെ വെക്കാൻ മാത്രമുള്ള ഒരു സ്റ്റോർ റൂം. അപ്പൊ നമ്മുടെ ഈ അടാറ് ഓപ്പൺ കിച്ചണിലുണ്ടല്ലോ, ഈ ഓപ്പൺ കിച്ചണില് നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് കണ്ട പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ സംഭവം. ഇത് നമ്മുടെ ഓവൻ, പിന്നെ മൈക്രോവേവ് അല്ലെ, പിന്നെ ഇതിന്റെ ഇത് ടോപ്പിൽ എന്താ, ഇത് വെറുതെ സ്റ്റോറേജ് അല്ലെ? സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിന്റെ സൈഡിൽ തന്നെ ഇത് വേറൊരു സ്റ്റോറേജ്, ഒരു വെറൈറ്റി സ്റ്റോറേജ് ആണ്. ഇത് തട്ടായിട്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് എല്ലാ ഐറ്റംസുകളൊക്കെ കയറ്റി വെക്കാൻ അതിന് സ്റ്റോറേജ് ആണ് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ബാർബിക്യൂ ചെയ്യാം, ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാകാം, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ 65 ഒക്കെ മുക്കി പൊരിക്കാനുള്ള. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ബ്രോസ്റ്റഡ് ചിക്കൻ 65 എല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടി കടയിലിട്ട് ഓടണ്ടല്ലേ, ഒരു മസാലയുടെ വെറ്റി ഇതിലേക്ക് വെച്ച് തരാം. സംഗതി ബ്രോസ്റ്റഡും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ നമുക്ക് അടിക്കാം അല്ലേ? എല്ലാം അടിക്കാം. ഇത് ബാർബിക്യൂ മാത്രമുള്ള സെക്ഷൻ. ഇതിനെ പൊക്കാൻ പറ്റൂലേ? ഇത് ബാർബിക്യൂടെ സെക്ഷൻ. ഇത് സത്യം പറഞ്ഞിട്ടില്ല, ഇത് ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് കാണൂല. ഞാൻ ആദ്യം വന്നിട്ട് ഒറ്റയടിക്ക് ഓപ്പൺ കിച്ചനാന്ന് നോക്കിയപ്പോൾ എനിക്കിതൊന്നും പ്രത്യേകിച്ച് തോന്നിയൊന്നുമില്ല. പക്ഷെ ഓരോ സംഭവങ്ങൾ നമ്മൾ എടുത്ത് മാറ്റി വെക്കുമ്പോഴാണ് ഇത് ഇന്ന് കാലം എന്നുള്ളൊരു ഭയങ്കര ഒരു സംഭവം ആയിട്ട് തോന്നുന്നത്. അതായത് നമ്മുടെ ബാർബിക്യൂം അതുപോലെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ബ്രോസ്റ്റഡ്, ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി
ഒരു ഓപ്പൺ കിച്ചൺ. അപ്പൊ എല്ലാം സെറ്റാണ്ടോ, അതായത് നമ്മുടെ ആ ഒരു താഴെ ഇരിക്കണ അതിന്റെ ബ്രോസ്റ്റഡ് ആയാലും എന്ത് സംഭവം ഉണ്ടാക്കുകയും പുകയൊക്കെ മുകളിലേക്ക് ഇലക്ട്രിക് ചിമ്മിണിയാണ് ഒക്കെ വലിച്ചെടുത്തു. ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യണതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ വാഷിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് സെറ്റിംഗ് ആണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ. ഓപ്പൺ കിച്ചന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു ഫാമിലി ലിവിംഗ് റൂമാണ് കേട്ടോ. അതായത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 6 സെറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയൊരു TV ഉണ്ട്, ബാക്കി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ മേളിലെല്ലാം സെറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലിവിംഗ് റൂമിന്റെ തൊട്ട് ബാക്ക് സൈഡ് ആയിട്ട് ഒരു നിസ്കാര റൂം എന്നാണ് പറഞ്ഞത്. പ്രയർ റൂമൊക്കെ അതിമനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സംഗതി നല്ല ലൈറ്റ് അറേഞ്ച്മെന്റും അതുപോലെ നല്ല വൃത്തിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലെ ലൈറ്റ് സെൻസർ ആണ്, മോഷൻ സെൻസർ. എല്ലാ ലൈറ്റും ഇല്ല, മിക്ക ലൈറ്റുകളും മോഷൻ സെൻസർ ആണ്. അത് നമ്മള് ആളുടെ അനക്കം കേട്ടിട്ടാണ് അതേ എങ്ങനെ അതിന്റെ സെറ്റ് ചെയ്തത്. ഒരു അനക്കം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു 2 to 3 minutes ഓൺ ആയി കിടക്കും. അപ്പൊ സംഗതി ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ നടക്കുന്നതോറും നടക്കുന്ന ടൈമിലൊക്കെ ഉള്ള ലൈറ്റുകളൊക്കെ സെൻസറാണ്, എല്ലാം സെൻസർ വഴിയാണ് കത്തുന്നത് അല്ലേ. അപ്പൊ സംഗതി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം. അടിപൊളി, നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും, നല്ല അതിമനോഹരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു വിശാലമായ എന്താ പറയാ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ TV ഉണ്ട്, പിന്നെ ഒരു ചെയർ ഉണ്ട്. ഈ ചെയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ TVയുടെ താഴെ ഒരുപാട് ഷെൽഫുകൾ ഉണ്ട് അടിയിലൊക്കെ. അപ്പൊ എല്ലാം ഒത്തൊരുമിച്ചുള്ളൊരു ഒരു 6 മാസ്റ്റർ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് വേറൊരു സ്പെഷ്യാലിറ്റി ആണ് ഈ ഗാർഡൻ. ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, ഇതെന്താ സംഭവം? ഇത് ഈ ബെഡ്റൂമിൽ നിന്ന് മാത്രമാണ് ഈ ഗാർഡനിലേക്ക് ആക്സസ് ഉള്ളൂ. ലൈക്ക് ഒരു കോഫി ടേബിൾ, രാത്രിയൊക്കെ വന്നിരിക്കാവുന്ന ഒരു രീതിയിൽ ചെയ്തേക്കുന്നതാ. നമുക്കൊക്കെ വന്നിരിക്കുന്നതിന് ഒന്ന് ചർച്ച ചെയ്യാം അല്ലേ, ഇതിലൊക്കെ കാര്യങ്ങള് ഭാര്യ ഭർത്താക്കന്മാർക്ക് കുട്ടികൾക്ക് അതൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. സംഗതി അടിപൊളി. അപ്പൊ നമ്മുടെ ഈ സംഗതിയുടെ ഇടയിൽ നല്ല ലൈറ്റുകളൊക്കെ വന്നിട്ടാ. ഇതിന്റെ ഒക്കെ യഥാർത്ഥ ഭംഗിയാണെന്നുണ്ടെങ്കിൽ രാത്രി വന്നിട്ടുണ്ടെങ്കിൽ സംഗതി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ അടിപൊളി. അപ്പൊ നമ്മള് ബെഡ്റൂം പറഞ്ഞ കണ്ടു. അത് നമ്മള് വേറൊരു സംഭവം പറയാനുള്ളത്, നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ 4 ബെഡ്റൂമാണ് മൊത്തം അല്ലെ. പക്ഷെ എല്ലാം ഒരേ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കണേ അല്ലെ, എല്ലാം ഒരേ സൈസാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ മാസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ നമ്മളിത് 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഫയുണ്ട്. ഇതൊക്കെ ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സോഫയുണ്ട്. അതുപോലെ നമ്മുടെ ബെഡും കാര്യങ്ങളും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ ഔട്ട്ഡോറിലേക്ക് ഒരു എന്താ പറയാ ഒരു സിറ്റിംഗ് ഏരിയ. ഈ ഒരു സിറ്റിംഗ് ഏരിയയിലെ ചെയർ വ്യത്യാസം ഉണ്ടാ. നമ്മൾ നേരത്തെ ആ റൂമിൽ കണ്ട ചെയർ അല്ല, ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചെയറും അതുപോലെ ഒരു ടേബിളൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ഇത് എല്ലാം ആർട്ടിഫിഷ്യൽ, നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ അല്ലേ, എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും അതിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബെഡ്റൂമിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു അടിപൊളി സ്റ്റോറേജ് ഉണ്ട്. അതെല്ലാം ഇത് ഗ്ലാസ് അല്ലേ, ഗ്ലാസ് എല്ലാം ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഡോറും കാര്യങ്ങളായിട്ടുള്ള സ്റ്റോറേജ് ആണ്. ഇതൊക്കെ സ്റ്റോറേജ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് തുണികളായിരിക്കും മറ്റുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ഇത് പുറത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലായി ഗ്ലാസ് ആയിട്ട് വെച്ചാൽ സംഭവം മനസ്സിലാവുള്ളൂ. പക്ഷെ എല്ലാം അടിപൊളി സ്റ്റോറേജുകളാണ്. അപ്പൊ സ്റ്റെപ്പ് ഇത് മൊത്തം എത്ര സ്റ്റെപ്പാ? 24 സ്റ്റെപ്പ് ഉണ്ട്. 24 സ്റ്റെപ്പും കയറി നമ്മൾ 2ാമത്തെ നിലയിലായിട്ട് വരാനുണ്ടോ. ഇവിടെയും ബാക്കിയുള്ള റൂമുകളും ബാക്കി ഹോളും ഒക്കെ കാണാം. ഈ ഒരു മനോഹര ലൈറ്റ് കത്തി കിട്ടുന്നതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് പിന്നെ വേറൊരു ഔട്ട്ഡോറിലേക്കുള്ള ഒരു ചെറിയൊരു ഏരിയ. ഇവിടെ ബാക്കി പ്ലാന്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ട് ചേർന്നുള്ള ഒരു ഔട്ട്ഡോറാണ്. ഇവിടെ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റുകൾ ഒരു വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒരു ഔട്ട്ഡോറിലായിട്ട് സംഗതി നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തേക്കാണ്. ചുറ്റും ഗ്ലാസ് ആണ് കേട്ടോ. അതായത് ചുറ്റും ഫിറ്റ് ചെയ്തേക്കുന്നത് മൊത്തം ഗ്ലാസ് ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മനോഹരമായ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ നമ്മുടെ തൊട്ട് മുകളിലെ 2ാമത്തെ നിലയിൽ ചേർന്ന് തന്നെ വേറൊരു ബെഡ്റൂമാണ് ഉണ്ടാവുന്നത്. ഈ ബെഡ്റൂമിന്റെ എല്ലാം വലിപ്പം സെയിം ആണോ? വലിപ്പം സെയിം ആണ്. പിന്നെ ഇതിന് നമുക്ക് അവിടെ വേറെ ഔട്ട്ഡോറിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ മറ്റാ ഇതില്ല അല്ലെ. ഔട്ട്ഡോറിലേക്കുള്ള ഒരു ചെറിയൊരു ബാൽക്കണി ഉള്ളൂ. ഓക്കെ. ഈ പറഞ്ഞാൽ 13 സെന്റില് നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുത്തണമല്ലോ. 13 സെന്റിലാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിന്റെ മെയിൻ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടല്ല, അവിടെ അടിപൊളി കിടിലൻ ലൈറ്റുകളും അതുപോലെ ഫുള്ളി ഡിസൈൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വർക്കാണ് ചെയ്തേക്കുന്നത്. എല്ലാ റൂമിലായാലും ഹോളിലായാലും എല്ലാം അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ. അപ്പൊ നമ്മുടെ മേളിലെ ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു മെയിൻ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ താഴത്ത് ആദ്യം കണ്ടില്ലേ, നമ്മുടെ മെയിൻ ഹോളിലെ ലൈറ്റുകളൊക്കെ കത്തിച്ചിട്ടുണ്ടായില്ലേ, ആ ഒരു വ്യൂ ആണ് ഇവിടെ വന്നിട്ടാ. ഇതൊരു 6 വ്യൂ ആണ് ഇതിന്റെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ ഗ്യാപ്പ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. താഴെയിട്ട് നമ്മുടെ ഒരു ഗാർഡനൊക്കെ കണ്ടില്ലായിരുന്നു, ആ ഗാർഡനൊക്കെ അധികം കാണുന്നുണ്ടോ. ഇതിന്റെ താഴെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഗാർഡനാണ്. സംഗതി അടിപൊളി. ഈ കിടക്കുന്ന സോഫയും ഫർണിച്ചർ പീസസ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണല്ലേ. ഓക്കെ. എല്ലാം വെറൈറ്റി ഉണ്ട്. അതായത് നമ്മൾ താഴെ കണ്ടതും അതുപോലെ വേറെ പല റൂമിൽ കണ്ടതും എല്ലാം പല പല വെറൈറ്റി സോഫകളും സെറ്റുകളൊക്കെയാണ് ഇവിടെ. എല്ലാം പല മോഡലുകൾ, അതായത് പല ഡിസൈനിലൊക്കെ സെറ്റ് ചെയ്തേക്കണ
സംഗതികളാണ്. എല്ലാം ഒരു സെയിം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം പല വ്യത്യസ്തമായിട്ടുള്ള സോഫകളൊക്കെയാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു അടാർ സംഗതി, ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ നേരത്ത് മരത്തിൽ കൊത്തുപണി ചെയ്ത പോലെ ഇരിക്കണായിരിക്കും. പക്ഷെ ഇത് മൾട്ടി വുഡ് ആണ് കേട്ടോ. മൾട്ടി വുഡിൽ എത്രത്തോളം ഇത് പണി ചെയ്യിപ്പിച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു കോലത്തിലാക്കി എടുത്തതെന്നുള്ളത് സംഭവം തന്നെയാണ്. അതായത് ഇത് ഡിസൈൻ ചെയ്ത് എടുത്തേക്കാനാണ്, നമ്മുടെ മൾട്ടി വുഡിൽ ഡിസൈൻ ചെയ്ത് എടുത്തേക്കാനാണ്. ഇതിന്റെ സെന്ററിൽ ഒരു ഗ്ലാസ് ഉണ്ട്, മിറർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഒരു സ്റ്റോറേജ്, ഈ സ്റ്റോറേജിൽ നമുക്ക് ഇവിടെ നിലവിൽ ഇത് കീപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ അഫ്സലക്കാർക്ക് കിട്ടിയ ട്രോഫികളും അതുപോലെ നമ്മുടെ അഫ്സലക്കാരുടെ മോൻ ആശിക്ക് കിട്ടിയ ട്രോഫികളൊക്കെയാണ്. എല്ലാ ട്രോഫികളും ഇവിടെ നിരന്നിരിക്കുന്നു കേട്ടോ. അത് ആളുണ്ടാവത്ത് ടിക്കറ്റ് എടുക്കണോ? അടിപൊളി. ഹായ്, തിയേറ്റർ ആണ്, ഹോം തിയേറ്റർ അല്ലേ? നമ്മൾ ഈ പറഞ്ഞ നമ്മളാകെ ഒരു ഹോം തിയേറ്റർ ആണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെ പാട്ട് വെക്കുന്ന ഹോം തിയേറ്റർ ഇല്ലേ, ആ തിയേറ്റർ. ഇത് യഥാർത്ഥ ഒറിജിനൽ ഹോം തിയേറ്റർ. ഇത് എത്ര സീറ്റ് ഉണ്ട് മൊത്തം? ഇത് 6 റിക്ലൈനർ സീറ്റ്സ്. പിന്നെ ഇത് പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പിള്ളേർക്ക് അല്ലേ. സംഗതി അടിപൊളി. സംഗതി നമുക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് പിള്ളേരാവാം, നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ആസ്വദിക്കാം. അടിപൊളി. ഇതിന്റെ സൗണ്ട് സിസ്റ്റം നമ്മൾ ഓണാക്കുള്ള എന്ന് വെച്ചാൽ ഈ സൗണ്ട് സിസ്റ്റം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും നമ്മുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് സൗണ്ട് സിസ്റ്റം എടുക്കാത്ത നമ്മള്. സംഗതി അടിപൊളിയാണ് കേട്ടോ. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ നേരിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും. അതായത് ഒരു അടിപൊളി സ്വർഗം, ഒരു കൊച്ചു സ്വർഗം. അങ്ങനെ നമ്മള് തിയേറ്ററിൽ നിന്ന് നമുക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇത് നമ്മുടെ മൾട്ടിവുഡില് ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഇതില് ഈ ഗോൾഡ് ചെറിയ പാർട്ടിക്കിൾസ് നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ലൈറ്റും ഉണ്ട്. അപ്പൊ രാത്രിയൊക്കെ നല്ല സ്പാർക്ലിംഗ് എഫക്ട് ആയിരിക്കും. അങ്ങനെ അടിപൊളി കേട്ടോ. ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട്? ഇതൊരു 5.5 അടി അടുത്തുണ്ട് ആഴം. 5.5 അടി ഉണ്ടല്ലേ? അത് ശരി. അപ്പൊ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡേഞ്ചറാ. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഇത് 5.5 അടി പൊക്കത്തിലാണ് നമ്മുടെ ഈ പൂള് സെറ്റ് ചെയ്തേക്കണത്. നമ്മുടെ ഈ പൂൾ എന്ന് പറയുന്നില്ല, ഇൻഫിനിറ്റി പൂളാണ്. നമ്മുടെ വാട്ടർ വെള്ളം ഇവിടുന്ന് പോയിട്ട് താഴെ പോയി അത് റൊട്ടേറ്റ് ചെയ്ത് തന്നെ കണ്ടോ. സംഗതി സെറ്റ് അടിപൊളിയായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തേക്കണത്. നമുക്ക് ഈ വെള്ളം കണ്ടിട്ട് ഇതിലേക്ക് അലിച്ചിട്ട് കിടക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് ടൈമില്ല. അപ്പൊ സംഗതി 5.5 അടി പൊക്കമുള്ള വെള്ളമുണ്ട്. 5.5 അടി ആയിട്ടുള്ള ആള് നിന്നിട്ടുണ്ടെങ്കിൽ മുങ്ങി പോകും. ആ രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ സംഗതി അടാറ് സെറ്റപ്പ് ഉണ്ടോ. എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ്, ഒരു അടിപൊളി ജിമ്മിലെ എല്ലാ കാര്യങ്ങളും, അതായത് എസ്പെഷ്യലി ഒരു ട്രെയിനറും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അതുപോലെ ഇവരെ സ്വന്തക്കാരൊക്കെ വന്ന് ഇവിടെ എല്ലാവരും ജിംനേഷ്യം ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ സംഗതി എല്ലാം ഫുൾ സെറ്റാണ്ടോ. അതായത് എല്ലാ ഐറ്റംസും ഡംബലുകളും എല്ലാ പല വെയിറ്റുകൾ 20 kg വരെയുള്ള ഡംബലുകളുണ്ട്. 20ന്റെ 15ന്റെ ഒക്കെ ഡംബലുകളും ബാക്കി എല്ലാ സംഗതിയും ഇവിടെ എല്ലാം അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ കൊച്ചു കൊട്ടാരത്തിന്റെ ഇതിന്റെ പുറത്ത്, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു മെയിൻ സംഭവമാണ് നമ്മൾ ഈ കാണുന്ന ഗാർഡൻ. അതായത് ഔട്ട്ഡോറിലെ ഒരു ഗാർഡനാണ് കാണുന്നത്. ഇവിടെ എല്ലാം സെറ്റാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ചെടികളും ഒക്കെ ചുറ്റോറും എല്ലാം സെറ്റാണ്. രാവിലെ ഇപ്പൊ ചായ കുടിക്കാൻ, അല്ലെങ്കിൽ ഒരു വൈകിട്ട് 4 മണിയാകുമ്പോൾ നമുക്ക് ചായയും സ്നാക്സും ഒക്കെ തന്നെ കുറിച്ചിരിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് വർത്താനം പറയാൻ, ഇതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ആംബിയൻസിലായിട്ടാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് സെറ്റ് ചെയ്തേക്കണേ. അതായത് ഇവിടെ ചുറ്റുപുറവും മൊത്തം ചെടികളും കാര്യങ്ങളൊക്കെയാണ്, നാച്ചുറൽ ചെടികൾ. എല്ലാ ചെടികളും പ്ലാന്റുകളൊക്കെ നാച്ചുറലാണ്. അതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. ബാക്കി ഈ ചെയറും ടേബിളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് കാലം കയറ്റി ചെന്ന് സംസാരിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ലിഫ്റ്റ് എത്തി. ആ ലിഫ്റ്റ് അടിപൊളി വർണ്ണ കളറിലുള്ള ലിഫ്റ്റാണ്. മൊത്തം ലൈറ്റുകളും ഒക്കെ ആയിട്ട് ലിഫ്റ്റ് കയറാം. അപ്പൊ ഓക്കെ, ടാറ്റ. നമുക്ക് താഴെ ചെന്നിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. അപ്പൊ നമ്മുടെ താഴെ എത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി കയറി താഴെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഹാള്. ഇനി നമുക്ക് കാണാനുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ കിച്ചൺ. അപ്പൊ നമ്മുടെ ഈ മെയിൻ കിച്ചണിൽ ഇവിടെയും ഒരു ഇലക്ട്രിക് ചിമ്മിണി വന്നിട്ടോ. ഇലക്ട്രിക് ചിമ്മിണി പുകയൊക്കെ പിടിച്ചെടുക്കാൻ പാകത്തിനുള്ള ഇലക്ട്രിക് ചിമ്മിണി ഉണ്ട്. ബാക്കി എല്ലാ സ്റ്റോറേജ്, ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി പോലത്തെ എല്ലാ അടപടലങ്ങളും ഇടാൻ പറ്റിയ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റോറേജ് ഉണ്ട്. എല്ലാം ഇവിടെ സെറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ എവിടെ എല്ലാം അതിന്റെ പ്രത്യേകത പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഗാർഡനുകളാണ് കേട്ടോ. നമ്മുടെ കിച്ചന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്നതൊക്കെ ഇവിടെയൊക്കെ മൊത്തം ഗാർഡൻ നിരന്നിരിക്കാണ്ടോ. അതായത് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ 13 സെന്റ് ആണ്ടോ. 13 സെന്റിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. നമ്മുടെ ഈ വീടായാലും ഇതിന്റെ റൂംസ് ആയാലും ഗാർഡൻസ് ആയാലും സ്വിമ്മിംഗ് പൂൾ ആയാലും എല്ലാം ഈ ഒരു 13 സെന്റിൽ ഒതുക്കി കൂട്ടി ചെയ്തെന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സംഗതി അടിപൊളി കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ നമ്മുടെ അഫ്സലക്കായ ഉണ്ടോ. അഫ്സലക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ എനിക്ക് ആകെ ഒരു കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് മാത്രമല്ല, നമ്മളത് കണ്ടുവന്ന പ്രേക്ഷകർക്ക് പറയേണ്ട സംഭവം. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇത്രയും വലിയൊരു വീടൊക്കെ പണിയാൻ നേരത്ത് എന്തുകൊണ്ടാണ് ആ 13 സെന്റിൽ നമ്മൾ ഈ വീട് ഉൾപ്പെടുത്തി ചെയ്യാനുള്ള കാരണം? അതായത് റോട്ടിലേക്കൊന്നുമല്ല നമ്മൾ വീട് പോയേക്കണേ. നമ്മുടെ ഈ ഒരു വീഴ്ച അകത്തേക്ക് കയറിയിട്ടുള്ള ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ വീട് പണിയാനുള്ള കാരണം?
അല്ല, അത് നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണുള്ളത്. ഇവിടെ നമുക്കൊരു സ്ഥലത്തേക്ക് മാറി ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ അയൽവക്കക്കാരും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്. എല്ലാവരുമായിട്ട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം വേറൊരു സ്ഥലം എന്ന് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ് ശരിക്കും. ഇത്രയും ചെറിയൊരു സ്ഥലത്ത് ഈ വീട് പണിയാനുള്ള നമ്മൾ ഇത്രയും വലിയൊരു വീടൊക്കെ പണിയുമ്പോ എല്ലാവരും ഒരു മനുഷ്യരാണ്. എല്ലാവരും ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പാകത്തിന് റോഡ് സൈഡിൽ ഒരു കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ പണിയണം, അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ പണിയണം, ഇത്ര വലിയ വീടും അങ്ങനെയൊക്കെയാണ് മിക്ക ആൾക്കാരും പണിയാൻ ഈ പണിയുള്ളൂ. പക്ഷെ ഇത് ഇത്രയും ഒരു ഉള്ളേരിയയിൽ എന്തുകൊണ്ടാന്ന് എല്ലാവരും ചോദിക്കും. അപ്പൊ അതിനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇക്കാലത്ത് ചോദിച്ചത്. അപ്പൊ അതിനുള്ള മറുപടി എന്നുണ്ടെങ്കിൽ ആള് പറയണ ആളുടെ സ്വന്തക്കാരും ഉടയവരും അതുപോലെ സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ തൊട്ട് പരിസരത്ത് തന്നെയാണ്. പിന്നെ എന്തും ചെയ്യാൻ വേണ്ടിട്ട് എന്റെ 2 ഇക്കാമാരുണ്ടല്ലോ, ഇക്കാമാര് എന്തിനും നമ്മുടെ കൂടെ തന്നെ കട്ടക്കുണ്ട്. അതാണ് പിന്നെ കുഴപ്പമുണ്ടായില്ല ഒന്നിനും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ വീടിന്റെ ഒരു മനോഹാരിത കാണിച്ച നമ്മുടെ അഫ്സൽക്കാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ചങ്കളും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.